ഈ 584 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത് അല്ലെ. ഈ ഒരു ശ്ലോകം മാത്രം എന്തുകൊണ്ടാണ് അർജുനനോട് പ്രഖ്യാപിക്കാനായിട്ട് ഭഗവാൻ പറയുന്നത്? കാരണം ഭഗവാന് തന്നെ വിശ്വാസമില്ല. ഭഗവാൻ പല പല അവസരങ്ങളിൽ ഭഗവാന്റെ വാക്കുകൾ മാറ്റിമറിക്കും. പക്ഷെ ഒരു ഭക്തൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കാൻ വേണ്ടി ഭഗവാൻ ഏതറ്റം വരെയും പോകും. ബ്രഹ്മദേവൻ എന്തൊക്കെ വരങ്ങളാണ് ഹിരണ്യകശിപുവിന് കൊടുക്കുന്നത്. അപ്പൊ ആ വരങ്ങളെ ഒക്കെ മറികടക്കാൻ പാകത്തിനുള്ള ഒരു അവതാരമായിരുന്നു നരസിംഹ അവതാരം അല്ലെ. ബ്രഹ്മാവിന്റെ ഒരു സൃഷ്ടിക്കും എന്നെ കൊല്ലാൻ സാധിക്കരുത്, വീടിനകത്തും പുറത്തും കൊല്ലാൻ സാധിക്കരുത്, മനുഷ്യനും മൃഗത്തിനും കൊല്ലാൻ സാധിക്കരുത്, അങ്ങനെ ഒരുപാട് നിബന്ധനകളായിരുന്നു അമരത്വത്തിന് പകരമായിട്ട് ഹിരണ്യകശിപു ബ്രഹ്മദേവനോട് ആവശ്യപ്പെട്ടത്. ബ്രഹ്മദേവൻ ഒന്നും തന്നെ ആലോചിച്ചില്ല, തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അല്ലെ. ഭഗവാൻ പിന്നീട് ഈ പറയുന്ന വാഗ്ദാനങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു അവതാരം വേണം ഹിരണ്യകശിപുവിനെ വധിക്കാൻ. അതിനാണ് ഭഗവാൻ നരസിംഹ രൂപത്തിൽ വരുന്നത്. അപ്പോൾ ഹിരണ്യകശിപുവിന്റെ വധത്തിന് ശേഷം ബ്രഹ്മദേവന്റെ അടുത്ത് നിന്നിട്ട് ഭഗവാൻ പറയും അല്ലെ, ഇനി മേലാൽ ഇതുപോലത്തെ വരങ്ങളൊന്നും കൊടുക്കരുത്, വരം കൊടുക്കുമ്പോൾ ചിന്തിച്ചിട്ട്